വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. പിന്നെ നമ്മൾ കോപ്പറേറ്റീവിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വോയിസ് ക്ലാസ് പ്ലസ് PDF നോട്ട്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവിലൂടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യുക. പിന്നെ ചെറിയൊരു പെയ്ഡ് ഗ്രൂപ്പാണ് കേട്ടോ. കൂടാതെ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന അതായത് എല്ലാ വീഡിയോസിൻ്റെയും PDF നോട്ട്സ് അവിടെ നമ്മൾ ഫോൾഡർ വൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് നോക്കാം. വെൻ ആൻ അക്കൗണ്ട് ഈസ് റോങ്ലി ബാലൻസ്ഡ് ദ ടൈപ്പ് ഓഫ് എറർ ഒക്യൂർഡ് ഈസ്. റോങ്ലി ബാലൻസ് ചെയ്താൽ അപ്പോൾ അവിടെ സംഭവിക്കുന്ന തെറ്റുകൾ ഏത് തെറ്റാണ് സംഭവിക്കുന്നതെന്നാണ് കേട്ടോ. എറർ ഓഫ് ഒമിഷൻ ആണോ, എറർ ഓഫ് കമ്മീഷൻ ആണോ, എറർ ഓഫ് പ്രിൻസിപ്പൾ ആണോ, കോമ്പൻസേറ്റിംഗ് എറർ ആണോ, ഏതാണ് അവിടെ സംഭവിക്കുന്നത്? അപ്പോൾ എററുകളിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് ആ ഭാഗം നന്നായി പഠിക്കുക. എറർ ഓഫ് ഒമിഷൻ, അതുപോലെ എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പൾ, കോമ്പൻസേറ്റിംഗ് എറർ, ഈ നാലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എറർ ഓഫ് പ്രിൻസിപ്പൾ എന്നത് എന്ത് ചെയ്യില്ല, ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള തെറ്റുകളാണ് എറർ ഓഫ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലറിക്കൽ എറേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ എറർ ഓഫ് ഒമിഷനും അതുപോലെ കമ്മീഷനും കോമ്പൻസേറ്റിംഗ് എററും മൂന്നും. അപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പൾ അവിടെ ഒരു ഭാഗത്ത്, ഇത് ക്ലറിക്കൽ എറേഴ്സ് ആയിട്ട് കിടക്കുന്നതാണ് എറർ ഓഫ് ഒമിഷനും കമ്മീഷനും അതുപോലെ കോമ്പൻസേറ്റിംഗ് എറേഴ്സൊക്കെ. അത് വേറൊരു വിഭാഗത്തിൽപ്പെട്ട. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? റോങ്ലി ബാലൻസ്ഡ്, അതുപോലെ റോങ്ലി പോസ്റ്റിങ്, കാസ്റ്റിങ്, ടോട്ടലിങ്, ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. എറർ ഓഫ് കമ്മീഷനാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. റോങ്ലി ടോട്ടലിങ്ങും അതുപോലെ ബാലൻസിങ്ങും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ എക്സാമ്പിൾസ് നമ്മൾ നോക്കി വെച്ച് പഠിക്കുക. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ ഒമിഷൻ ആണെങ്കിൽ, എറർ ഓഫ് ഒമിഷൻ ആണെങ്കിൽ കംപ്ലീറ്റ് ഒമിഷൻ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒമിറ്റ് ചെയ്ത് പോവുക, റെക്കോർഡ് ചെയ്യാതെ പോവുക. അതാവുമ്പോഴും എന്ത് ചെയ്യും, അത് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ അവിടെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വിൽ നോട്ട് എഫക്റ്റ് ദ ട്രയൽ ബാലൻസ് എന്ന് പറയാം. പക്ഷേ പാർഷ്യൽ ആണെങ്കിൽ അത് എഫക്റ്റ് ചെയ്യും. കാരണം ഒരു സൈഡിൽ കയറിപ്പോവും, ഒരു സൈഡിൽ കയറാതെ പോകും. അപ്പോൾ അതെന്തായാലും ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യും. ട്രയൽ ബാലൻസ് എഗ്രിമെൻറ്റ് റെഡി ആവില്ല. അപ്പോൾ നമുക്ക് തെറ്റുണ്ടെന്ന് മനസ്സിലാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഒമിഷൻ ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. പക്ഷേ പാർഷ്യൽ ആണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ, ട്രയൽ ബാലൻസിൽ മിസ്മാച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുമ്പോൾ. കമ്മീഷൻ എഫക്റ്റ് ചെയ്യും, ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണ് എറർ ഓഫ് കമ്മീഷൻ. കൂടുതലായിട്ട് കാണാറുള്ളത് എറർ ഓഫ് കമ്മീഷനും പ്രിൻസിപ്പളുമാണ്. അപ്പോൾ അത് ഡിഫറൻസ് പഠിച്ചു വെക്കുക കേട്ടോ. പ്രിൻസിപ്പൾ ആകുമ്പം നമ്മുടെ അക്കൗണ്ടിങ് റൂള് തന്നെ മാറി ചെയ്യുന്നതാണ്. അക്കൗണ്ടിങ് റൂള് മൊത്തം മാറി ചെയ്യുന്നതാണ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എറർ ഓഫ് കമ്മീഷൻ എഫക്റ്റ് ചെയ്യും ട്രയൽ ബാലൻസിനെ എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ മിസ്റ്റേക്ക് ഇൻ ട്രാൻസ്ഫറിങ് ബാലൻസ്, മിസ്റ്റേക്കാൽ വ്യത്യാസത്തിലാവും ട്രയൽ ബാലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. അതുപോലെ ബാലൻസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റിപ്പോവുക. അതുപോലെ പോസ്റ്റിങ്ങിൽ റോങ് എമൗണ്ട് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക, റോങ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യുക. റോങ് എമൗണ്ട് ആയാലും റോങ് സൈഡ് ആയാലും ആരെ ബാധിക്കും? ട്രയൽ ബാലൻസിനെ ബാധിക്കും. അതുപോലെ റോങ് ടോട്ടൽ ചെയ്യുക. അപ്പോൾ ടോട്ടലിങ്ങിലും കാസ്റ്റിങ്, പോസ്റ്റിങ്, ഇതൊക്കെ എന്താണ്, തെറ്റുകൾ സംഭവിച്ചാൽ എറർ ഓഫ് കമ്മീഷൻ എന്നാണ് പറയുക. പിന്നെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എഫക്റ്റ് ചെയ്യില്ല. കാരണം ഒരു തെറ്റ് മറ്റൊരു തെറ്റുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഒമിറ്റ് ചെയ്ത് പോകണ പോലെ. അപ്പോൾ നമ്മൾ ഉണ്ടാവും, തെറ്റവിടെ ഉണ്ടാവും, പക്ഷെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ. ഒരു തെറ്റ് മറ്റൊരു തെറ്റുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് ട്രയൽ ബാലൻസിന്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നോക്കി വയ്ക്കുക. അപ്പോൾ എറർ ഓഫ് കമ്മീഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ട്രാൻസ്ഫറിങ് ചെയ്യുമ്പോൾ, ബാലൻസിങ് ചെയ്യുമ്പം, റോങ് എമൗണ്ട് ആണെങ്കിലും റോങ് സൈഡ് ആണെങ്കിലും ടോട്ടൽ തെറ്റുമ്പോഴും ഒക്കെ ആരെ ബാധിക്കും? ട്രയൽ ബാലൻസിനെ ബാധിക്കും. അതെല്ലാം എറർ ഓഫ് കമ്മീഷൻ ആണെന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഈസ് ദ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ഓൺ അക്യൂസേഷൻ ഓഫ് പാറ്റൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാറ്റൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ ഇൻടാഞ്ചിബിളാണ്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, ഒരുപാട് നാളത്തേക്കുള്ളതാണ് അല്ലേ. പാറ്റൻറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് എക്കണോമിക് ബെനിഫിറ്റ് ടു ബിസിനസ് ഓവർ എ ലോങ് പീരിയഡ്. യൂഷ്വലി സെവറൽ ഇയേഴ്സിന് വേണ്ടിയിട്ടാണ് പാറ്റൻറ്റ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു കറണ്ട് അക്കൗണ്ടിങ് പീരീഡിന് ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് അതിനെ പരിഗണിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഇൻ ദ കേസ് ഓഫ് വാസ്റ്റിംഗ് അസറ്റ് ലൈക്ക് മൈൻസ് ആൻഡ് ക്വാറീസ്.
വാസ്റ്റിംഗ് അസറ്റ്സ് ലൈക്ക് മൈൻസ് ആൻഡ് ക്വാറീസ് ആണ്. വിച്ച് മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് ചാർജ്ഡ്? അതായത് മൈൻസും ക്വാറീസിനും കൊടുക്കുന്ന വാസ്റ്റിംഗ് അസറ്റ് ആണല്ലോ മൈൻസും ക്വാറീസും. വാസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ എടുത്താൽ തീർന്നു പോകുന്ന തരത്തിലുള്ള കേട്ടോ, നമ്മളെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ എടുക്കില്ലേ, അപ്പോൾ അങ്ങനത്തെയാണ് മൈൻസും ക്വാറീസും ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ വാസ്റ്റിംഗ് അസറ്റ് ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് മെത്തേഡാണ്? ഡിപ്ലീഷൻ മെത്തേഡാണ് കേട്ടോ. ഡിപ്ലീഷൻ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഡിപ്ലീഷൻ മെത്തേഡ്. സ്ഥിരമായിട്ട് വാസ്റ്റിംഗ് അസറ്റ് എന്താണെന്നും അതുപോലെ ഏത് തരത്തിലുള്ളതാണ്, ഇൻടാഞ്ചിബിൾ ആണെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഫിക്റ്റീഷ്യസ്, അങ്ങനത്തെ അസറ്റുകളൊക്കെ ഏതാണ്, എന്താണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്നൊക്കെ നോക്കി വയ്ക്കണം. ഇവിടെ ഡിപ്ലീഷൻ മെത്തേഡാണ്. അപ്പോൾ ഡിപ്ലീഷൻ മെത്തേഡ് സ്പെസിഫിക്കലി അക്കൗണ്ട്സ് ഫോർ ദ ഫിസിക്കൽ എക്സ്ട്രാക്ഷൻ ആൻഡ് എക്സോഷൻ ഓഫ് നാച്ചുറൽ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ ഇതുവരെ പ്രോബ്ലം ഒന്നായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇക്വേഷൻ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് റെസിഡ്യുവൽ വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ടോട്ടൽ റിക്കവറബിൾ യൂണിറ്റ് ആണ് അതിൻ്റെ ഇക്വേഷൻ. ഡിപ്ലീഷൻ മെത്തേഡിൽ വലിയ ക്വസ്റ്റ്യൻ വന്നു. എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് അസറ്റ് അല്ലെങ്കിൽ റെസിഡ്യുവൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, സാൾവേജ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ എന്നൊക്കെ പറയില്ലേ. അതായത് ഒരു അസറ്റ് കഴിഞ്ഞ് പിന്നെ അവസാനം നമുക്ക് അതിൻ്റെ ഡിപ്രിസിയേഷൻ വാല്യൂ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവസാനം അതിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്, ബാക്കി എന്തെങ്കിലും ഉണ്ടാവില്ലേ എമൗണ്ട്. അപ്പോൾ അതിനെയാണ് റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുക. അപ്പോൾ അത് കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് റെസിഡ്യുവൽ വാല്യൂ, പിന്നെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് എന്തോ അതാണ് റെസിഡ്യുവൽ വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ടോട്ടൽ റിക്കവറബിൾ യൂണിറ്റ് നോക്കിയിട്ടാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അതാണ് ഡിപ്ലീഷൻ മെത്തേഡ് കാണാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ ചോദിക്കാറില്ല, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് നമുക്ക് സാധാരണ കണ്ടുവരാറ് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ഡിപ്ലീഷൻ മെത്തേഡാണ്. വാസ്റ്റിംഗ് അസറ്റിന് ഉപയോഗിക്കുന്നത് ഡിപ്ലീഷൻ മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്ട്രൈറ്റ് ലൈനാണ് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പോൾ സ്ട്രൈറ്റ് ലൈനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് എ ഫിക്സഡ് അസറ്റ്. ഒരു ഫിക്സഡ് അസറ്റ് അക്വയർ ചെയ്യാൻ 10 ലക്ഷം. എവറി ഇയർ, എല്ലാ വർഷവും ഈക്വൽ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷനാണ് റിട്ടേൺ ഓഫ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ ലൈഫ് സ്പാൻ 5 വർഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയാണ് ഡിപ്രിസിയേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈക്വൽ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ റിട്ടേൺ ഓഫ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആണെന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അല്ലേ. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കോസ്റ്റ് ഓഫ് അസറ്റ് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് അത് ചെയ്യുക വേണ്ടു നമുക്ക് ആനുവൽ ഡിപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. കോസ്റ്റ് ഓഫ് അസറ്റ്, അപ്പോൾ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സാൾവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിഡ്യുവൽ വാല്യൂ ഇത് തന്നിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, അത് മൈനസ് ചെയ്തതിന് ശേഷം വേണം ഈ എടുക്കാൻ. ചിലപ്പോൾ സാൾവേജ് വാല്യൂ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിഡ്യുവൽ വാല്യൂ എന്ന് പറഞ്ഞ രണ്ട് എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് ഈ സാൾവേജ് അല്ലെങ്കിൽ സ്ക്രാപ്പ് അല്ലെങ്കിൽ ആ വാല്യൂ കണ്ട് അതിന് ശേഷം വേണം ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ അസറ്റ്, അസറ്റിൻ്റെ ലൈഫ് ടൈം കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ലൈഫ് ടൈം 5 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആനുവൽ ഡിപ്രിസിയേഷൻ 10 ലക്ഷം ഡിവൈഡഡ് ബൈ 5, പിന്നെ അത് 2 lakh പെർ ഇയർ ആവും. പിന്നെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ നമ്മൾ ×100 വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ആനുവൽ ഡിപ്രിസിയേഷൻ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് അസറ്റ് ×100 ആണ് കാണുക. അപ്പോൾ 20% ആണ് കിട്ടുക കേട്ടോ. ഓക്കെ, 20% ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ, 20%. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക, കോസ്റ്റ് ഓഫ് അസറ്റ് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. ഈ കോസ്റ്റ് ഓഫ് അസറ്റ് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സാൾവേജ് വാല്യൂ എന്നോ സ്ക്രാപ്പ് വാല്യൂ എന്നോ റെസിഡ്യുവൽ വാല്യൂ എന്നോ ചിലപ്പോൾ തരാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. അത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നു വെച്ചാൽ അതിനനുസരിച്ചിട്ട് കേട്ടോ. ഇവിടെ ഒന്നും തന്നിട്ടില്ല, സാൾവേജും സ്ക്രാപ്പൊന്നും തരാത്തത് കാരണം നമ്മൾ ഒറിജിനൽ കോസ്റ്റിനെ മാത്രം കൺസിഡർ ചെയ്യുന്നു. അവിടെ തന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത എമൗണ്ട് ആണ് നമ്മളിവിടെ കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അതാണ് വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ഓഫ് എ ഫേം ടു മീറ്റ് ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ് ഈസ് നോൺ ആസ്. ഒരു ഫേമിൻ്റെ എബിലിറ്റി, അതിൻ്റെ കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള ഒരു ഫേമിൻ്റെ എബിലിറ്റീനെ എന്താണെന്ന് പറയാം, എന്ത് പറയാം? പ്രോഫിറ്റബിലിറ്റി ആണോ, ഇക്വിറ്റി ആണോ, ആക്ടിവിറ്റി ആണോ, ലിക്വിഡിറ്റി ആണോ, എന്താണ് ആ ഒരു പേരിൽ അറിയപ്പെടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സ്ഥിരമായിട്ട് വരുന്നതാണ് ലിക്വിഡിറ്റി എന്നൊക്കെ ക്വസ്റ്റ്യൻ തന്നെ സെയിം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടതാണ്. അപ്പോൾ ലിക്വിഡിറ്റിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ എബിലിറ്റിയാണ് അതിൻ്റെ ഷോർട്ട് ടേം അസറ്റ്സിനെ പെട്ടെന്ന് തന്നെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എത്ര ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് കൊടുത്തു തീർക്കുന്ന. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ വിത്തിൻ്റെ 1 ഇയർ അല്ലേ. അപ്പോൾ 1 ഇയറിൻ്റെ ഉള്ളിലുള്ള ലയബിലിറ്റീസ്, 1 ഇയറിൻ്റെ ഉള്ളിൽ, ലെസ് ദാൻ 1 ഇയർ, അപ്പോൾ 1 ഇയറിൻ്റെ ഉള്ളിലുള്ള കറണ്ട് ലയബിലിറ്റീസൊക്കെ കൊടുത്തു തീർക്കാനുള്ളൊരു ഫേമിൻ്റെ എബിലിറ്റിയാണെന്ത് ഈ ഒരു ലിക്വിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓണറുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഓണർഷിപ്പ് സ്റ്റേക്കാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസിഡ്യുവൽ വാല്യൂ ഓഫ് അസറ്റ് ആഫ്റ്റർ സബ്സ്ട്രാക്ടിങ്, എല്ലാ ലയബിലിറ്റീസും കഴിച്ച് അവർക്ക് എന്ത് കിട്ടുന്നു,
അതാണ് അസറ്റിന്മേൽ എന്ത് കിട്ടുന്നു, അതാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞാലുള്ളത്. പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ കപ്പാസിറ്റിയാണ് ടു ജനറേറ്റ്, അവർക്ക് റവന്യൂവും ഏണിങ്സും ഉണ്ടാക്കാൻ, എക്സ്പെൻസും അസറ്റും ഇക്വിറ്റിയും ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഏണിങ്സും റവന്യൂ ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഫേമിൻ്റെ കഴിവിനെ അല്ലെങ്കിൽ കപ്പാസിറ്റീനെയാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുക. അപ്പോൾ ആ ഓരോ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്. ഓവർ ഒരു പീരിയഡ് ഓഫ് ടൈമിലേക്കാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാറ്, കണക്കാക്കാറ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്, ലിക്വിഡിറ്റി ആണ്. ദ എബിലിറ്റി ഓഫ് എ ഫേം ടു മീറ്റ് ഇറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ് ഇസ് നോൺ ആസ് ലിക്വിഡിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബാഡ് ഡെറ്റ് റിക്കവേർഡ് എവിടെ കാണിക്കും, ഈസ് ഷോൺ ഇൻ ദ, ബാഡ് ഡെറ്റ് റിക്കവേർഡ് ഈസ് ഷോൺ ഇൻ ദ ഡാഷ്. അപ്പോൾ ബാഡ് ഡെറ്റ് റിക്കവേർഡാണ്. അപ്പോൾ റിക്കവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് കിട്ടി അല്ലേ, ബാഡ് ഡെറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ച സാധനം കിട്ടി. അപ്പോൾ നമ്മൾ കാണിക്കേണ്ടത് അത് ഇൻകമായിട്ട് വന്നു എന്നാണ്, എക്സ്ട്രാ ഓർഡിനറി ഇൻകമാണ്. അപ്പോൾ അതൊരു ഗെയിനാണ് അല്ലേ. അപ്പോൾ ഗെയിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഓക്കെ, ബാഡ് ഡെറ്റ് റിക്കവേർഡ് ഈസ് ഷോൺ ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കാരണം ബാഡ് ഡെറ്റ് ദാറ്റ് പ്രീവിയസ്ലി റിട്ടേൺ ഓഫ് ചെയ്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുകയാണ്, കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു എക്സ്ട്രാ ഓർഡിനറി ഇൻകമാണ് ഫേമിനെ സംബന്ധിച്ച്. സോ അതുകൊണ്ട് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിൾ നോക്കിയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വേജസ് അക്കൗണ്ട് ലെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്ന് പറഞ്ഞ എൻട്രിയിൽ ഈ ഒരു ജേണൽ എൻട്രിയുടെ പർപ്പസ് എന്തിനാണ് ഈ ഒരു ജേണൽ എൻട്രി എന്നാണ് ചോദിച്ചത്. വേജസ് അക്കൗണ്ട് ലെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജസുമായി കണക്ട് ചെയ്യുന്ന കാരണം തന്നെ നമുക്കറിയാം, ക്രിയേറ്റിംഗ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അക്കൗണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എൻട്രി ഉള്ളത് കേട്ടോ, ക്രിയേറ്റിംഗ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അക്കൗണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. വേജസ് അക്കൗണ്ട് ലെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ള എൻട്രി ചെയ്യുക, ക്രിയേറ്റിംഗ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അക്കൗണ്ടിന് വേണ്ടിയിട്ടുള്ള എൻട്രി. വേജസ് അക്കൗണ്ട് ഡെറ്റർ കൊടുക്കുന്നതിന് കാരണം ടോട്ടൽ വേജസ് എക്സ്പെൻസ് എന്ത് ചെയ്യും, കറണ്ട് പീരിയഡിൽ ഇൻക്രീസ് ചെയ്തു, ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ, ഒരു പുതിയ ലയബിലിറ്റി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ദ സമ്മറൈസ്ഡ് ഫോം ഓഫ് ക്യാഷ് ബുക്ക്. സമ്മറൈസ്ഡ് ഫോം ഓഫ് ക്യാഷ് ബുക്കിനെ നമ്മൾ എന്താ പറയുക, സമ്മറൈസ്ഡ് ഫോം ഓഫ് ക്യാഷ് ബുക്കിനെ നമ്മൾ പറയുന്ന പേരാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കേട്ടോ, സമ്മറൈസ്ഡ് ഫോം ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ സമ്മറൈസ്ഡ് ഫോമിന് എന്ത് പറയും, R&P എന്നാണ് പറയുക. അപ്പോൾ R&P എവിടെയാണ് ഉണ്ടാക്കുന്നത്, സമ്മറി ഓഫ് ക്യാഷ് ബുക്കായിട്ട് R&P റിയൽ അക്കൗണ്ടാണ്, അതിന് റിയൽ അക്കൗണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക. റിയൽ അക്കൗണ്ട് ക്യാഷ് ബുക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സമ്മറൈസ്ഡ് ഫോം ഓഫ് ക്യാഷ് ബുക്ക് എന്നറിയപ്പെടുന്നതും എന്താണ്, R&P ആണ് കേട്ടോ. ഇതിൻ്റെ നേച്ചർ റിയൽ അക്കൗണ്ടാണ്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ക്യാഷ് ബേസിസിലാണത് ഫോളോ ചെയ്യുന്നത്, ക്യാഷ് ബേസിസ് നോക്കിയിട്ടാണ്. അതായത് ആക്ച്വൽ ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും മാത്രമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ബേസിസ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ, എല്ലാ തരത്തിലുള്ള ക്യാഷ് ട്രാൻസാക്ഷനും. അതിപ്പോൾ കറണ്ട് ഇയർ ആണോ, പ്രീവിയസ് ഇയർ ആണോ, നെക്സ്റ്റ് ഇയർ ആണോ, അതൊന്നും നോക്കുന്നില്ല. ക്യാപിറ്റലും റവന്യൂ നേച്ചർ ആണോ എന്നൊന്നും നോക്കുന്നില്ല. ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്. അപ്പം നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും R&P ഒക്കെ നന്നായിട്ട് പഠിച്ചു പോകണം. ആ ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ അക്കൗണ്ടാണ്. അത് ഒരു സമ്മറി ഓഫ് ക്യാഷ് ബുക്കാണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് ക്യാഷ് ബേസിസിലാണ്. ഓൺലി ആക്ച്വൽ ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും മാത്രമേ അവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ എല്ലാ തരത്തിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസും, അത് കറണ്ട് ഇയർ ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ആയിക്കോട്ടെ, നെക്സ്റ്റ് ഇയർ ആയിക്കോട്ടെ, അതിൽ ഇൻക്ലൂഡാണ്. എന്നാൽ ഡിപ്രീസിയേഷൻ പോലത്തെ നോൺ ക്യാഷ് ഐറ്റംസ് അവിടെ റെക്കോർഡ് ചെയ്യുന്നില്ല. അതും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ ഉത്തരം നമ്മൾ ഏതാ കൊടുത്തത്, R&P ആണ് കേട്ടോ ഉത്തരം കൊടുത്തത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് ഉത്തരം കൊടുത്തത്. അടുത്തത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ദെയർ ഫൈനൽ അക്കൗണ്ട്സ് ഇൻ ദ ഫോം ഓഫ്. Non-profit organizations are required to prepare their final account in the form of. അപ്പോൾ non-profit organizations രണ്ട് ക്വസ്റ്റ്യൻ, നേരത്തെ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും രണ്ട് ക്വസ്റ്റ്യനാണ് വന്നത്. അപ്പോൾ ആ ഭാഗം നിർബന്ധമായിട്ട് നോക്കണം കേട്ടോ. അവർ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് ഫോമിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ അക്കൗണ്ടുകളാണ് ഫൈനൽ അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് അവർ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഉത്തരം എഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ അവർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഏതുണ്ടാക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കൂടാതെ അവരേതുണ്ടാക്കുക, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നില്ലേ, ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ D ആണ് നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കുക കേട്ടോ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ഉണ്ടാക്കുന്നുണ്ട്, ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുന്നുണ്ട്, ബാലൻസ് ഷീറ്റും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഒരു നോമിനൽ അക്കൗണ്ടാണ്, അപ്പോൾ അതൊന്ന് നോക്കണം.
നമ്മൾ നേരത്തെ പറഞ്ഞു R&P ഒരു റിയൽ അക്കൗണ്ട് ആണെന്ന്. അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണ്. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് അക്രൂവൽ ബേസിസിലാണ് ഉണ്ടാക്കുന്നത്. അതായത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ നിർബന്ധമാണ്, മാൻഡേറ്ററി ആണെന്നാണ് പറയുന്നത് കേട്ടോ. സ്ട്രിക്ട്ലി റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ഓഫ് എ റവന്യൂ നേച്ചർ ബിലോങ്ങിങ് ഓൺലി ടു കറണ്ട് അക്കൗണ്ടിങ് പീരീഡിൽ റവന്യൂ നേച്ചറിലുള്ളതാണ് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ബാലൻസിന് സർപ്ലസ് എന്നും ഡെഫിസിറ്റ് എന്നുമാണ് ബാലൻസിനെ പറയുക. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇൻകം കൂടിയിട്ട് എക്സ്പെൻഡിച്ചറിനേക്കാൾ ഇൻകം കൂടി നിൽക്കുന്ന അവസ്ഥയാണ് സർപ്ലസ് എന്നും, എന്നാൽ എക്സ്പെൻഡിച്ചറാണ് കൂടി നിൽക്കുന്നതെങ്കിൽ അതിന് ഡെഫിസിറ്റ് എന്നാണ് പറയുക. പിന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ ഒരു ഡെഫിസിറ്റും അതുപോലെ എന്താണോ സർപ്ലസും എന്താണോ വെച്ചാൽ അത് ക്യാപിറ്റൽ ഫണ്ടുമായിട്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ടുമായിട്ടാണ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യും. പിന്നെ സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യും, ഡെഫിസിറ്റ് ആണെങ്കിൽ കുറയ്ക്കുകയാണ് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ ബാലൻസ് ഷീറ്റിൽ. അപ്പോൾ അതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടുമാണ് അവരുണ്ടാക്കുക ഇതിൻ്റെ ഭാഗമായിട്ട് കേട്ടോ. എന്തൊക്കെ ഉണ്ടാക്കുക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ഉണ്ടാക്കും, ബാലൻസ് ഷീറ്റും ഉണ്ടാക്കും ഫൈനൽ അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് കേട്ടോ. അപ്പോൾ 10 ക്വസ്റ്റ്യനേ ഉള്ളൂ അക്കൗണ്ടൻസിയിൽ കേട്ടോ. 10 ക്വസ്റ്റ്യനാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. ആ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ വാല്യുബിൾ അസറ്റ്സ് മൈനസ് ടോട്ടൽ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി. ടോട്ടൽ വാല്യുബിൾ എന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി എന്താണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, എന്താ അത്? നെറ്റ് അസറ്റാണ് കേട്ടോ. നെറ്റ് അസറ്റാണ്. ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെറ്റ് അസറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെറ്റ് അസറ്റ് എന്താണ്? നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റിൽ നിന്ന് അവരുടെ പുറത്തുള്ള ഔട്ട്സൈഡുള്ള ലയബിലിറ്റീസ് എല്ലാം കുറച്ച് കഴിഞ്ഞാൽ എന്താണോ അതാണ് നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഓണേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഇക്വിറ്റി എന്ന് പറയില്ലേ, ബാക്കി എന്താണോ ഉള്ളത് എല്ലാ കടങ്ങളും കൊടുത്തു തീർത്തിട്ട് ബാക്കി എന്താണുള്ളത് അതാണ് പറയുന്നത്. ഇറ്റ് എസെൻഷ്യലി ഷോസ് വാട്ട് ഈസ് ലെഫ്റ്റ് ഓവർ ഫോർ ദ ഓണേഴ്സ്. അവർക്ക് വേണ്ടി എന്താണ് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ആയിട്ടുള്ളത്. ഓൾ ഡെബ്റ്റ്സ് വർ പെയ്ഡ് ഓഫ് ടുഡേ. അതാണ് നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രോസ് അസറ്റ് എന്തായിരിക്കും? ഗ്രോസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോട്ടൽ വാല്യൂ ആയിരിക്കും. അസറ്റിൻ്റെ ടോട്ടൽ വാല്യൂ. എങ്ങനെ ഉള്ള വാല്യൂ? ബിഫോർ ഡിഡക്റ്റിംഗ് എനി ലയബിലിറ്റീസ് ഓർ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷനോ ലയബിലിറ്റീസോ ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വാല്യൂവിനെയാണ്, ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റിനെയാണ് നമ്മൾ ഗ്രോസ് അസറ്റ് എന്ന് പറയുക. എന്നാൽ അതിൽ നിന്നും ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി എല്ലാം മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഫോർ ദ ലെഫ്റ്റ് ഓവർ ദ ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഓപ്പറേറ്റിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് അസറ്റാണ് നമ്മുടെ ഡെയിലി ഡേ ടു ഡേ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള അസറ്റ്. ലോങ് ടേം അസറ്റ് നമുക്കറിയാം അസറ്റ്സ് ആണ് എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് വാല്യൂ ഫോർ മോർ ദാൻ 1 ഇയർ. കൂടുതൽ കാലയളവിലേക്ക് ബിസിനസ്സിന് ആവശ്യമായ കൊടുക്കുന്നത്, വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണോ അതാണ് ലോങ് ടേം അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.